ഒരു മുൻ DGPയിൽ നിന്ന് ഇപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ അംഗമായി ഇരിക്കുന്ന മുൻ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് ഒരാൾക്ക് നേരിട്ട അനുഭവമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ എവിടെ നിന്നെങ്കിലും പഠിക്കുന്നുണ്ടോ? അത് വഴിയേ അറിഞ്ഞോളൂ. വലിയ പരാതിയൊന്നും പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബാബുജിയുടെ കരണത്തടിച്ചിട്ട് കർണപടം പൊട്ടിച്ചു കളഞ്ഞില്ലല്ലോ. രണ്ട് തെറി പറഞ്ഞു. ഈ പോലീസുകാരുടെ വാഹനം വളരെ മോശമായിരുന്നു. വാഹനത്തിൽ വലിയ ശബ്ദത്തിൽ ഹോൺ അടിച്ചു എന്നതിനപ്പുറത്ത് സത്യം പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത തെറ്റിന് അവിടെ വണ്ടി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കർണപടം അടിച്ച് തകർക്കുകയാണ് ചെയ്യേണ്ടത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം പോലീസിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അടിക്കാനിറങ്ങുന്ന പോലീസിന് ചെവിക്കരണം നോക്കി പൂശുന്നതാണ് ഇപ്പോൾ പലരുടെയും ഇഷ്ടവിനോദമെന്നാണ് തോന്നുന്നത്. എനിക്ക് ബാബുജിയോട് പറയാനുള്ളത്, ബാബുജി നാളെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് നന്ദി പറയണം. കാരണം ഇതിനപ്പുറത്ത് കൂടുതലായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ശ്രീ പിണറായി വിജയൻ പോലീസിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ കെട്ടകാലത്ത് ഇതിൽ പരം ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്.